അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങളോട് നിങ്ങൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണയായി അവർ പറയുന്നൊരു ന്യായമാണ്, ഇവിടെ കേരളത്തിൽ RSS ഇല്ലാതിരിക്കാനുള്ള ഏക കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിലകൊള്ളുന്ന ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നവർ ഇടക്കും തലക്കുമായിട്ട് പറയുന്നതൊക്കെ കാണാൻ പറ്റും. എന്നാൽ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇടക്കും തലക്കുമായിട്ട് അവരുടെ ഒരു അത്യാവശ്യ ഘട്ടം എത്തുമ്പോൾ അവർ ഈ മുസ്ലിമീങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വർഗീയമായ ചില സംസാരങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഈ അടുത്ത് വടകരയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് CPMന് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വാശിയേറി എന്തായാലും തിരിച്ചു പിടിച്ചേ പറ്റൂ എന്നുള്ള ചില മണ്ഡലങ്ങളിൽപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം. അപ്പോൾ അവിടെ അവർ ഫീൽഡ് ചെയ്തത് അവരുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റിൽ ഒരാളായ ശൈലജ ടീച്ചറാണ്. എന്നാൽ ഷാഫി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അപ്പം മുതൽ തുടങ്ങിയ ചില കളികൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഷാഫി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വരുന്ന ഒരു കമൻറ്റ് അല്ലെങ്കിൽ ആദ്യം വന്ന ഒരു പ്രതികരണമാണ് DYFIയുടെ മുൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ അജീഷ് കൈതക്കൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുന്നത് ഷാഫി എന്ന ഒരു പേരുകാരൻ വടകരയിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഒരു പണിയും എടുക്കാതെ തന്നെ മിനിമം 2 ലക്ഷം ഭൂരിപക്ഷത്തിന് ശൈലജ ടീച്ചറെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു പ്രതികരണമാണ് റഹീമിൻ്റെ. അദ്ദേഹം പറയുന്നത് അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഷാഫി ഒരു കൊടും വിഷമാണ് എന്നുള്ളത്. പിന്നെ ഏറ്റവും അടുത്ത് വന്ന വളരെ രസകരമായ ഒരു ടാക്റ്റിക്കാണ് CPMൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട്. അപ്പോൾ ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ഷാഫി പ്രചരിപ്പിക്കുന്നത് കാഫിറായ ശൈലജയ്ക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ഈ കാഫിറായ ശൈലജ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത് ആർക്കാണ് എയിം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കാഫിറായ പ്രയോഗം എന്നുള്ളതൊക്കെ വളരെ എന്താ പറയുക, ഇത് ഒരുപാട് പഴക്കം ചെന്നുപോയി ഈ ഒരു മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ മുസ്ലിമീങ്ങൾ സാധാരണയായി ഉപയോഗിക്കാത്തൊരു പദമാണ് കാഫിർ എന്ന പദം, അല്ലെങ്കിൽ കാഫിർ എന്ന ആൾക്ക് വോട്ട് ചെയ്യരുത്, അപ്പോൾ ഇന്ന ആൾക്ക് വോട്ട്, കാഫിർ ആയതിൻ്റെ പേരിൽ മാത്രം അയാളെ നമ്മൾ പരിഗണിക്കാൻ പാടില്ല, നമ്മളൊരു മുസ്ലിമിന് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രയോഗമൊന്നും സാധാരണ മുസ്ലിമീങ്ങൾ ചെയ്യാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് CPM ഇങ്ങനത്തെ ചില നിലവാരമില്ലാത്ത ടാക്റ്റിക്കിലേക്ക് ഇറങ്ങുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണമെങ്കിൽ ആദ്യം എന്താണ് പൊതുവെ കമ്മ്യൂണിസം പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്താണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയമെടുത്ത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് കമ്മ്യൂണിസം എന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് കാരണം ഇത് 1-2 പ്രാവശ്യം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഒരുപാട് പ്രാവശ്യം ഒരുപാട് സന്ദർഭങ്ങളിലായിട്ട് ഒരുപാട് സാഹചര്യങ്ങളിലായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഈ ഒരു വർഗീയ കാർഡ് വെച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കമ്മ്യൂണിസം എന്താണ്, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു അടിസ്ഥാനപരമായ ഒരു പഠനം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.